ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. നല്ല ടേസ്റ്റിയായ മാംഗോ പിക്കിൾ റെസിപ്പി ആയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഡേറ്റ്സും ക്യാരറ്റ്സും ഒക്കെ മിക്സ് ചെയ്തുള്ള ഒരു അടിപൊളി മാങ്ങ അച്ചാറാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പച്ചമാങ്ങ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാവേ. പിന്നീട് നമുക്ക് ആവശ്യത്തിന് സാൾട്ട് മിക്സ് ചെയ്ത് ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് നന്നായി ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടിയുള്ള മറ്റുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. ഒരു 10-12 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് കുരുകളഞ്ഞ് വെച്ചതാണ്. അത് കൈകൊണ്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത ശേഷം മിക്സിയിലിട്ട് അതിലേക്ക് വിനാഗിരിയും ഒഴിച്ച് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും ചെറുതായി മുറിച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ജീരകം 1 ടേബിൾ സ്പൂൺ, ഉലുവപ്പൊടി അല്ലെങ്കിൽ ഉലുവയായാലും മതിയെ. ഞാൻ ഉലുവപ്പൊടി ആയതുകൊണ്ട് 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉലുവയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. ഇനി കായം പൗഡർ 1 ടേബിൾ സ്പൂൺ. എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് നമ്മുടെ ഈ പൗഡർ ഒരു ഡാർക്ക് റെഡിലേക്കാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഒന്ന് മിക്സിയിൽ അടിച്ച് നല്ല പൗഡറാക്കി മാറ്റാം. ഇനി നമുക്ക് പിക്കിളിടാൻ വേണ്ടി ഒരു പാൻ വെച്ച് നമ്മുടെ ക്യാരറ്റ്സ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം വഴറ്റി അതിലെ ജലാംശമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും. ചുമ്മാ ഒന്നിങ്ങനെ വഴറ്റിയാൽ മതി. ഞാൻ ഓയിലും മറ്റൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെച്ച് ഈ പാത്രത്തിൽ തന്നെ മാങ്ങയുടെ കഷ്ണങ്ങളും ഇതുപോലെ ചെയ്തെടുക്കണം. ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സ് ചെയ്തതും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല പൗഡറും കൂടെ ചേർത്ത് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവേ. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് വിനാഗിരി കൂട്ടി ചേർക്കാവേ. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ പിക്കിളെ ഏകദേശം റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് കൂടെ ഇടാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകും കായ്മുളകും കറിവേപ്പിലയും ഇട്ട് ഈ വറവ് നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് ഒഴിക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്ന നല്ല നാവിൽ വെള്ളം ഊറുന്ന അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി
ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.